ഒരായത്ത് പറഞ്ഞോ. അതന്നെ, ഒരായത്ത് പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് മാലികി യൗമിദ്ദീൻ അല്ലേ. മാലിക് പരിശുദ്ധ ഖുർആനില് 2 സ്ഥലത്താണ് മാലിക് എന്നുള്ള നാമം വന്നിട്ടുള്ളത് പറയുന്നത്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹയിലാണ്. അപ്പൊ രണ്ടാമത്തത് ഏതിലായിരിക്കും? സൂറത്ത് ആല ഇംറാൻ. മാഷാ അല്ലാഹ്. അതും ഇമ്പോസിഷനിൽ നിങ്ങൾ ഒഴിവായി. ബാറക്കല്ലാഹു ഫീക്കും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അതാണ് ഇപ്പൊ പറഞ്ഞു തുടങ്ങിയത് അല്ലേ. അപ്പം മാലിക് ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു അല്ലെ, അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ ഒരിത്. അപ്പം അധികാരം അല്ലെ, ശരിക്കും നമുക്ക് നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാറ്റിനും ഇത് തരാനുള്ള ഉടമസ്ഥത അല്ലെ, അത് അള്ളാഹുവിനാണ്. ഈ ഭൂമിയിലുള്ളതും ആകാശങ്ങളിലുള്ളതും എല്ലാം ഉടമപ്പെടുത്തുന്നവരാണ് ആര്? അള്ളാഹു അല്ലെ. അതിന് ആ ഉടമസ്ഥതയിൽ ഒരു കുറവോ ന്യൂനതയോ ഒന്നുമില്ല. സമ്പൂർണമായ ഉടമസ്ഥാവകാശം അത് അള്ളാഹുവിൻ്റെതാണ്. ഇതെല്ലാം അള്ളാഹുവിൻ്റെതായതുകൊണ്ട് തന്നെ നമുക്ക് എന്തും ചോദിക്കുന്നതിന് എന്ത് വേണ്ട, മടിക്കണ്ട. നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹിനോട് മാത്രം ചോദിക്കുക, എല്ലാം ചോദിക്കാം. നമ്മൾ ഒരിക്കലും അല്ലെ ഒരു തരത്തിലും ഒരു വിശ്വാസി ഒരു പ്രതിസന്ധിയിൽ അകപ്പെടൂല എന്നാ പറഞ്ഞത്. കാരണം അവൻ അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുന്നവനാണെങ്കിൽ അള്ളാഹു അവന് യർസുഖുഹു മിൻ ഹൈസ് ലാ യഹ്തസിബ് അല്ലെ, അവൻ കണക്കാക്കാത്ത നനച്ചിരിക്കാത്ത വിധത്തിൽ അള്ളാഹു അവന് ഉപജീവനം വിശാലമാക്കി കൊടുക്കും. അവന്റെ മാർഗം അള്ളാഹു തആല തുറന്നു കൊടുക്കും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ അല്ലെ. അപ്പൊ അള്ളാഹുവിന്റെ ആധിപത്യത്തെയും അധികാരത്തെയും നമ്മൾ മനസ്സിലാക്കുക. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മൾ എപ്പോഴും ഓതുന്ന ആയത്ത്, എപ്പോഴും അല്ലെ, ഒരു ദിവസം പോലും ഒഴിയാതെ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന അള്ളാഹു അല്ലെ. ആധിപത്യം അത് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനാണ്. തബാറക്ക അല്ലെ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനുമാകുന്നു. അപ്പം ആ റബ്ബിനെ നമ്മൾ എപ്പോഴും ഓർക്കുക. അള്ളാഹുവിനെ നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ വിളിച്ച് അള്ളാഹുവിനോട് തേടുക. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വ ഇലൈഹി തുർജഊൻ അല്ലെ. എല്ലാ കാര്യങ്ങളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണോ അല്ലെ, നമ്മൾ എങ്ങോട്ടേക്കാണോ മടക്കപ്പെടുന്നത് അത് അവൻ എത്ര പരിശുദ്ധൻ. അപ്പം നമ്മളുടെ മടക്കം അവനിലേക്കാണ്. അവനാണ് എല്ലാറ്റിൻ്റെയും അധികാരം ഉടമസ്ഥതയും എല്ലാം. ഇപ്പം നമ്മൾ ഇതൊക്കെ ഓർമ്മിക്കുക. ഈ 2 ആയത്തുകൾ, അതായത് സൂറത്ത് ആല ഇംറാനിലെ ആ 2 ആയത്തുകൾ, അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കി നമ്മൾ പാരായണം ചെയ്ത് നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കി തന്നെ പറയണം അല്ലെ. മാലിക്കും പിന്നെ വരുന്നത് അൽ മലിക് എന്നുള്ളതാണ്. മലിക് നമുക്കറിയാലോ, അൽ മലിക്കുൽ ഖുദ്ദൂസ്, അൽ മലിക്കുൽ ഹഖ് അല്ലെ. ഈ രൂപത്തിലാണ് അൽ മലിക് എന്നുള്ള ഇത് വന്നിട്ടുള്ളത്. അതായത് സൂറത്തുൽ ജുമുഅയിലും ഉണ്ട്, പിന്നെ സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗത്തും ഉണ്ട്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. പിന്നെ നമ്മള് ഈ അൽ മലിക് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് അറിയോ? ഈ ഉടമസ്ഥതയിലുള്ള ആളുകളെ ശാസിക്കാൻ അധികാരമുള്ളവനാണ് ആര്? അള്ളാഹു അല്ലെ. അള്ളാഹു പടപ്പുകളിൽ അവന്റെ കാര്യങ്ങൾ കൽപ്പിച്ചും വിരോധിച്ചും കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നവനാണ് അൽ മലിക്കായ അള്ളാഹു സുബ്ഹാനഹു വ തആല. വേറൊരാളെയും ആവശ്യമില്ല ഈ അൽ മലിക്കായ അള്ളാഹുവിന് എന്നാണ് വരുന്നത് അല്ലെ. അൽ മലിക്കുൽ ഖുദ്ദൂസ്, പരിശുദ്ധനായ അൽ മലിക് അല്ലേ. അത് നമ്മൾ മനസ്സിലാക്കുക. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മൾ വജ്ജഹത്തു ഇല്ലേ, വജ്ജഹത്തുവിൻ്റെ പൂർണ്ണ രൂപം പറയുന്നില്ലേ, അതിൽ ഈ ഒരു വാക്ക് വരുന്നുണ്ട്. എത്ര ആൾക്കത് അറിയാം? ഒന്ന് കൈവക്കിയാട്ടെ നോക്കട്ടെ, എത്ര ആൾക്കത് ഓർമ്മയുണ്ട് നോക്കാലോ. വജ്ജഹത്തുവിന്റെ പൂർണ്ണ രൂപം അറിയുന്നവരൊന്ന് അതെ. ദാനി എന്താ പറഞ്ഞേ?
ആ ഓക്കറിയാന്നോള് വിളിച്ചു പറയുന്നു. ഞാൻ വേറെന്തോള് പറയുന്നു. അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ. ആ കുറെ പേരുണ്ടല്ലേ. 1 2 3 4 5 6 7 ആൾക്കാർ ഇപ്പോൾ കൈപൊക്കിയിട്ടുണ്ട്. 7 1 8 1 9 10. പിന്നെ പോരാട്ടാ, ഇത്രയൊന്നും പോരാ. കുറേ ആൾക്കാർ പഠിച്ചിട്ട് കൈപൊക്കാതെ നിൽക്കുന്നുണ്ട്, മറന്നുപോയിട്ടുണ്ടാവും. അത് പഠിച്ചത് മറക്കാതെ ഓതണം, നിസ്കാരത്തിൽ ചൊല്ലണം, എന്നാലും മറക്കേ ചെയ്യില്ല. അതിൽ ഈ വാക്ക് വരുന്നുണ്ട്, അല്ലാഹുമ്മ അൻതൽ മലിക് ലാ ഇലാഹ ഇല്ല അൻത റബ്ബി വഅന അബ്ദുക എന്നുള്ള നിലക്ക്. എത്ര മെനക്കെട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണല്ലേ. ഇനി ഒരു ദിവസം നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊന്നും കൂടി ഒന്ന് പഠിപ്പിക്കണം. ഞാൻ വാട്സപ്പിൽ ഗ്രൂപ്പിൽ പഠിപ്പിച്ചാലോ? നോക്കാം, ഓരോ ദിവസമായിട്ട് നിങ്ങളെ കൊണ്ട് കുറച്ച് ചൊല്ലിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു വാക്കാണ് അൽ മലീക്ക് എന്നുള്ളത് അല്ലെ. അള്ളാഹുവിൻ്റെ അൽ മലിക്കും മാലിക്കും അൽ മലീക്കും. ഇത് പിന്നെ ഇതും ഈ അധികാരം ഉടമസ്ഥത എന്നുള്ളതിൽ തന്നെ ഏറ്റവും പിന്നെ സീറത്തുൽ മുബാലഗയിൽ വരുന്നതാന്ന് പറയുന്നത് അൽ മലീക്ക്. പിന്നെ എല്ലാറ്റിൻ്റെയും സർവാധികാരിയും സർവാധിപതിയും അതിലെല്ലാറ്റിലും മികച്ചു നിൽക്കുന്നവൻ. ഈ മാലിക്കിൻ്റെയും മലിക്കിൻ്റെയും എല്ലാറ്റിൻ്റെയും വിശാല എന്താ പറയുക മഹത്വവും വിശാലതയും നൽകുന്നതിനാണ് അൽ മലീക്ക് എന്നുള്ള നാമം അറിയിക്കുന്നത് പറയുന്നത്. ഈ അൽ മലീക്ക് എന്നുള്ള വാക്ക് വരുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾക്കറിയാം, പറയോ? ഞാനൊരു ഇത് പറഞ്ഞുതരാം, പിന്നെ ക്ലൂ തരാം. മാഷാ പറഞ്ഞേ. ഫസീല. ബറക്കല്ലാഹു ഫീക്കും. അതൊന്ന് പറഞ്ഞേക്ക് ഫുള്ളും. اللهم فاطر السماوات والأرض عالم الغيب والشهادة ربي كل شيء ومليكه أعوذ بك من شر نفسي ومن شر الشيطان وشر ونقترف على نفسي سوءا أو أجره إلى مسلم. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ബറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാഹ്. അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോ തന്നെ കിട്ടണം അല്ലേ? ചിലപ്പോ അറിയുന്നതായിരിക്കും, പക്ഷെ എത്ര വേഗം പറഞ്ഞേ. അത് തന്നെ പറയുന്നത് മാഷാ അല്ലാഹ്. അതാണ്, അത് പെട്ടെന്നൊന്നും അത് കിട്ടൂല. എനിക്കെന്നെ ഈ പ്രാർത്ഥന എനിക്കറിയാം, പക്ഷെ ഈ മലീക്ക് എന്ന് വരുന്ന നാമം വരുമ്പോ പറയാൻ പെട്ടെന്ന് ഓർമ്മയിലുണ്ടാവില്ല. അപ്പൊ അത് പറയാൻ കിട്ടണമെങ്കിൽ അത് നല്ലോണം അറിയുന്നുണ്ടാന്ന്. മാഷാ അല്ലാഹ്. പിന്നെ അൽഹംദുലില്ലാഹ്. അപ്പം അങ്ങനെ നമുക്ക് ഓർമ്മയിൽ വരണം ഓരോന്നും. മലീക്ക് അല്ലേ, അപ്പം മലീക്കഹു ശരിക്കും നല്ലൊരു പ്രാർത്ഥനയാണ് കേട്ടോ ഈ പ്രാർത്ഥന. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പിന്നെ രാവിലെയും വൈകുന്നേരവും അതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലാൻ വേണ്ടിയിട്ട് കൽപ്പിച്ച പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ഫാത്തിറസ്സമ. ഇതിനെക്കുറിച്ച് അബ്ദുസ്സലാം മങ്ങത്തിന്റെ ഒരു ക്ലാസ്സിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ നല്ലൊരു വാക്ക് വരുന്നത് ഏതാണ് അല്ലെ? അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി വശർരി ശൈത്താനി വശിർക്കി വഅൻ അഖ്തരിഫ അലാ നഫ്സി സൂഅൻ ഔ അജ്റഹു ഇലാ മുസ്ലിം. അല്ലേ? ഞാൻ എന്നോട് തന്നെ പിന്നെ എൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ തിന്മകളിൽ നിന്നും പിശാചിൻ്റെ കെടുതികളിൽ നിന്നും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ വേണ്ടിയിട്ട് അവൻ ക്ഷണിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പിന്നെ എന്നോട് തന്നെ ഞാൻ തിന്മ ചെയ്യുന്നതിൽ നിന്നും അതുപോലെ ഒരു മുസ്ലിമിലേക്ക് അത് കൊണ്ടുവരുന്നതിൽ നിന്നും എല്ലാം രക്ഷ തേടുന്നു എന്നുള്ള നിനക്ക് വളരെ നല്ലൊരു പ്രാർത്ഥന. തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി അല്ലേ, എന്നിട്ടാണ് ഇത് പറയുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത പറഞ്ഞിട്ടാണ് ഇതിൽ നിന്നെല്ലാം രക്ഷ ചോദിക്കുന്നത്. വളരെ നല്ലൊരു പ്രാർത്ഥനയാണ്. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളിൽ മിക്ക ആൾക്കാർ ചൊല്ലുന്നുണ്ടാകും. അത് അർത്ഥം അറിഞ്ഞ് അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് തന്നെ എല്ലാവരും പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം അൽ മലിക്ക്, മാലിക്ക്, മലിക്ക്, അൽ മലീക്ക്, ഈ 3 പറഞ്ഞ് ഇനി വരുന്നത് മലിക്കിൻ്റെ കൂടെ എന്തായാലും എന്തായിരിക്കും അടുത്തത്? നിങ്ങൾ പറഞ്ഞാട്ടെ. അല്ല, മലിക്കും മുൽക്കും മാലിക്കും പറഞ്ഞില്ലേ? സഫിയ പറഞ്ഞി. മാഷാ അല്ലാഹ്. അൽ ഖുദ്ദൂസ് അല്ലെ? സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയലില്ലേ നമ്മള്? എപ്പോഴാ പറയല്?
നിസ്കാരത്തിന് ശേഷം വിത്ർ നിസ്കാരത്തിന് ശേഷം അല്ലേ? ബറക്കല്ലാഹ്, അൽഹംദുലില്ലാഹ്. പിന്നെ ഒരു 10 പ്രാവശ്യം പറയാൻ പറയുന്നില്ലേ? തഹജ്ജുദ് എണീച്ച് കഴിഞ്ഞാല് പിന്നെ ആ സമയത്ത് അതുപോലെ പ്രാരംഭ പ്രാർത്ഥനയായിട്ടും പറയാട്ടാ. പ്രാരംഭ പ്രാർത്ഥനയുടെ കൂട്ടത്തിലും ഇത് വരുന്നുണ്ട്, ഈ സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നുള്ള. ഞാനൊരു കാര്യം പറയണം വിചാരിച്ചേ. പറഞ്ഞോളൂ. സമ്മേളനത്തിന് പോയപ്പോ ഒരു മൗലവി പിന്നെ ഗൾഫിലുള്ള ആളാന്ന് തോന്നുന്നു ഇമാം വന്നതേ. അവര് ഈ മൈക്ക് വെച്ചിട്ടല്ലേ പറയാ. അപ്പൊ ഇതിങ്ങനെ സുജൂദിലെല്ലാം എല്ലാം കേൾക്കുന്നുണ്ട്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് എന്ന് പറയുന്നത് സുജൂദില്. ഇതിലേക്ക് പിന്നെ പോകുമ്പോ ഇല്ലേ റബ്ബനാ ലക്കൽ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ അതാ പറയുന്നത്. ഞാനിങ്ങനെ വിചാരിച്ചു പോയി, നമ്മളോട് ഇതെല്ലാം ഇങ്ങനെ ക്ലാസ്സിൽ പറയുന്നോണ്ട് അച്ഛനെ ഇവരെല്ലാം ഇതാ ചൊല്ലുന്നത്. നമ്മള് ഞാന് ഇത് ചൊല്ലാണ്ടിക്കലേ ഇല്ല ഇപ്പൊ സുജൂദില്. ഏത് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബും അതുപോലെ ഇപ്പൊ ഈ ഹംദൻ കസീറൻ തയ്യിബൻ അതെന്നെ വായിൽ എന്താ അത് മറ്റേതും എല്ലാം ചൊല്ല. എന്തോ ഒരു അൽഹംദുലില്ലാഹ് ഒരു ഓർമ്മ, അതന്നെ ഇപ്പൊ ശീലായ പോലായി. അൽഹംദുലില്ലാഹ്. അതെ, നമുക്കിപ്പോ എന്താ സോഡിയം കുറഞ്ഞിട്ട് നമ്മക്ക് വയസ്സായാൽ കൊറേ ചെല്ലിട്ട് ഓർക്ക് അതിന്റെ ഇത് കൊടുക്കുക റബ്ബേന്ന് പറഞ്ഞാല് കിട്ടൂലേ? കിട്ടാണ്ടൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോ ഒരു അസുഖ സംബന്ധമായിട്ട് നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറയുന്ന പ്രാർത്ഥനകളാണ് ആ സമയത്ത് ഏറ്റവും നല്ലത്. അതായത് രോഗിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കുറേ പ്രാർത്ഥനകളുണ്ട്. ഒന്നും രണ്ടൊന്നും അല്ല, ഒരുപാടുണ്ട് രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അത് ചൊല്ലിക്കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ പറഞ്ഞതൊക്കെ ചെയ്യാം, ഈ പറഞ്ഞതെല്ലാം ചെയ്യാം. പിന്നെ സൂറത്തുകളില്ലേ, ഇഖ്ലാസും ഫലക്കും നാസും മുഅവ്വിദാത്ത് ആണ്. അതെല്ലാറ്റിൽ നിന്നും നമുക്ക് രക്ഷ ചോദിച്ചു കൊണ്ടുള്ള ദുആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുകൾ അവതരിച്ചതിന് ശേഷം വേറെ ഒന്നും ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ മതി. അത്രയും നമ്മൾ രോഗികൾക്ക് മെയിനായിട്ട് ബിസ്മില്ലാഹി അഖീഖ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ദുആ ഇല്ല, അതുപോലെ അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം, അത് അങ്ങനെയുള്ള റസൂലുള്ളാഹിൽ നിന്ന് അതിനായിട്ട് തന്നെ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടുക. പിന്നെ ഈ ഇഖ്ലാസും ഫലക്കും നാസും അത് ഭയങ്കര നമുക്കൊരു ഔഷധമാണ്. അതുപോലെ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയും അത് നമ്മൾ റസൂലുള്ള ചെയ്യാൻ പറഞ്ഞതും ചെയ്തതും പിന്നെ സഹാബാക്കൾ ചെയ്തതും എല്ലാം നമുക്കത് പ്രബലമായ തെളിവുകളിൽ സ്ഥിരപ്പെട്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചാൽ മതി, അത് തന്നെ മതി. ശരിക്കും ഒരു മരുന്ന്, നമ്മൾ രോഗവും മരുന്നും എന്നുള്ള ആ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ പിന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ മരുന്ന് കഴിക്കും. അപ്പം 5 ദിവസത്തേക്കുള്ള മരുന്ന് നമ്മൾ 2 ദിവസം കഴിക്കുമ്പോഴത്തേക്കന്നെ ഏകദേശം സുഖമാവും. എന്നിട്ട് നമ്മൾ മരുന്ന് നിർത്തി എന്താ സംഭവിക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെയും നമുക്ക് പെട്ടെന്ന് തന്നെ അസുഖം വരും. അതുപോലെയാണ് നമ്മൾ ഈ പ്രാർത്ഥനയും ഇതെല്ലാം ശരിക്കും സംഭവിക്കുന്നത്. അതായത് പിന്നെ നമ്മൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ പ്രാർത്ഥിക്കും, അന്നേരം നമുക്ക് മാറൂല, നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. അന്നേരം തന്നെ നമ്മളെ പ്രാർത്ഥന നിർത്തും. അങ്ങനെയല്ല വേണ്ട. ആൻറ്റിബയോട്ടിക്കെല്ലാം കഴിക്കുന്ന പോലെ ഒരു 5 ദിവസം ഒരു 10 ദിവസം എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയും. പക്ഷെ നമ്മളാരും ചെയ്യൂല. അങ്ങനെ ചെയ്യുന്നവർ വളരെ വിരളമാണ്. അതായത് അസുഖം മാറിയാലും ഈ അസുഖത്തിൻ്റെ ഈ ഷിഫക്ക് വേണ്ടിയിട്ട്, അതായത് തിരിച്ചു വരാത്ത രൂപത്തിൽ നമുക്ക് ഷിഫ ലഭിക്കുമെന്ന് പറയുന്നത്, അത് നമ്മുടെ മരുന്ന് എത്രത്തോളം സ്ട്രോങ് ആകുന്നോ അതിനനുസരിച്ച്. അതായത് മരുന്നെന്ന് പറയുന്നത് പിന്നെ മെയിനായിട്ട് ഇസ്തിഗ്ഫാർ, തൗബ അത് പറയുന്നുണ്ട്. പിന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ചെയ്യാനും, അതുപോലെ ഇഖ്ലാസ് ഫലക്ക് നാസ് ഇതെല്ലാം ഓതി കയ്യിലൂതി തടവുക എന്നുള്ളത് വളരെ നല്ലൊരു ഇതാണ്. നമുക്ക് തന്നെ സ്വന്തമായിട്ടും ചെയ്യാം, നമ്മളെ മക്കളും വീട്ടിൽ വേറെ അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കും നമുക്കത് ചെയ്തു കൊടുക്കാം, കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം. പിന്നെ സൂറത്തുൽ ഫാത്തിഹന്റെ പറയുമ്പോ 7 തവണ ഓതാനാ പറയുന്നത്. 7 തവണ ഓതിയിട്ട്, അത് ഒരു പ്രാവശ്യം മാത്രം ചെയ്തിട്ട് നമ്മൾ നിർത്താൻ പറ്റൂല. ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പല്ലേ, അതായത് ഒരു തവണ മീൻസ് 7 തവണ ഒരേ സമയത്ത് നമ്മൾ ചെയ്യുമല്ലോ, അത് ആ ഒരു നേരം മാത്രം ചെയ്ത് നിർത്തരുത്. അത് നമ്മൾ കഴിയുമെങ്കിൽ ഒരു 2 നേരം 3 നേരം ഒരു ദിവസത്തിൽ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ ശരിക്കും അതിൻ്റെ എഫക്റ്റ് നമുക്ക് ലഭിക്കും.
ഞാൻ പിന്നെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അവള് പിന്നെ ഭർത്താവിൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടിയിട്ട്, ലിഗ്മെന്റ് പൊട്ടിയിട്ട് ഇതായിട്ട് എപ്പോഴും ഇതുപോലെ എടുത്തിട്ട് കിബിലൊക്കെ തിരിഞ്ഞിട്ട് തന്നെ ഇരുന്ന് ഇതെല്ലാം ഓതിയിട്ട് എപ്പോഴും ചൊല്ലി കൊടുക്കും പോലും, തടവി ചൊല്ലി ഊതി തടവി അങ്ങനെ എന്താ പറയുക, അത്രയും ആ ഒരു വിശ്വാസത്തോടെ. ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്തേക്ക് അവരെല്ലാം എടുത്തിട്ട് പോയത്. പക്ഷെ അവിടെ എത്തിയിട്ട് ഡോക്ടർ എക്സ്റേ എടുത്തിട്ട് പറഞ്ഞോലും ശരിയായിരുന്നു, ഓപ്പറേഷൻ ചെയ്യണ്ട. ഓള് പറയുന്നത് സുബ്ഹാനല്ലാഹ്, അല്ലാഹുക്ക് അവിടെ സുജൂദ് വീണു. അത്രക്കും പിന്നെ അത് വേറൊന്നുമല്ലേ, പ്രാർത്ഥനയും ദുആയും കൊണ്ട് തന്നെയാണ് മാറിയത് എന്ന്. അത്രയും ഒരു വിശ്വാസമൊക്കെ കൂടുതലായിപ്പോയി അള്ളാഹിനോട്. എന്താണ് പഠിച്ചവനോട് ഇനി എങ്ങനെയാ അള്ളാഹിനെ ഈ ഒരു കാര്യത്തിൽ സ്തുതിക്കണ്ടേന്ന് അറിയില്ല. അത്രക്ക് ഭയങ്കരമായ സന്തോഷം എന്ന് പറഞ്ഞത്. കാരണം ആ ഒരു നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു അനന്തരഫലം പോലെ ലഭിക്കുന്നതല്ലേ. അപ്പം അള്ളാഹിൻ്റെ അടുത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലോണം അള്ളാഹിനെ അടുത്തറിഞ്ഞിട്ട് നമുക്ക് വിശ്വാസത്തോടെ നമ്മൾ ചെയ്യണം. ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അല്ല, ആ ഒരു ഓർമ്മ എന്ത് വന്നാലും ആ ഒരു ദുആ ചെയ്യാനുള്ള ഒരു ഓർമ്മ, ഇത് ഓതി തടവാനുള്ള ഒരു ഓർമ്മ എല്ലാം അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മൾ മടിയന്മാർ എന്താ അറിയാം, നമുക്ക് കുറച്ചൊരു സുഖം കിട്ടുമ്പോഴേക്ക് പിന്നെ നമ്മൾ മറന്നു പോകും. മടിയും ഉണ്ട്, മറവിയും ഉണ്ട്. ആ അതാണ്. പിന്നെ ഈ ഇരുന്നിട്ട് 7 പ്രാവശ്യം ഇരുന്ന് സമാധാനത്തിൽ, അതിനൊന്നും നമുക്ക് സമയമില്ല, തിരക്കല്ലേ അല്ലേ. 7 പ്രാവശ്യം ഫാത്തിഹ ഓതാൻ ഒരു കുറച്ച് സമയം വേണ്ടു ഇരിക്കുക, അത് ഇരിക്കൂല. അത് ഇരുന്നിട്ട് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലായിട്ട് അഡ്മിറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വെറുതെ ഇരിക്കണ്ട അവിടെ. ഫോൺ നോക്കാൻ എത്ര സമയം, നമ്മൾ ഫോണിൽ ഓരോ വാട്സപ്പിൽ മെസ്സേജ് നോക്കിയിട്ട് മറുപടി കൊടുത്തിട്ടു എത്ര സമയം ഇതാക്കുന്നു. പക്ഷെ ഒരു 7 തവണ ഫാത്തിഹ ഓതാന്ന് പറയുന്നത് വലിയ ആനക്കാര്യം പോലെയാണ് പലർക്കും. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ഇരിക്കണം, നമ്മൾ ചെയ്യണം. നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യൂല, എന്നിട്ട് പിന്നെയും നമ്മൾ ശരിയാവുന്നില്ല ഒന്നും ശരിയാവുന്നില്ല നമ്മൾ പറയും അല്ലേ. ദിക്റെല്ലാം ചൊല്ലാൻ റസൂലുള്ള നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, ദിക്റെല്ലാം ചെയ്യാൻ രാവിലെ വൈകുന്നേരം ദിക്റെല്ലാം ചെയ്താൽ അതിൽ നിന്ന് രക്ഷയാണ്, ഇതിൽ നിന്ന് രക്ഷയാണ് എല്ലാം പറഞ്ഞു. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാനും കഴിയുന്നില്ല. അല്ലാഹു അക്ബർ. അല്ലാഹ് എല്ലാ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ചില സമയത്ത് എനിക്ക് തന്നെ എന്നോട് തന്നെ സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ടല്ലോ, അത് വല്ലാണ്ട് എനിക്ക് എൻ്റെ ചവിട്ടിനടിക്കുന്ന പോലെ എനിക്ക് കേൾക്കും. എന്തെന്നറിയോ, അത്തഅ്മുറൂനന്നാസ ബിൽബിരി വതൻസൗന അൻഫുസക്കും. അങ്ങനെ ആയി പോകുന്നുണ്ട് റബ്ബേ. ഇങ്ങനെ ചില സമയത്ത് വല്ലാത്തൊരു ബേജാറാണ്. ഞാനിങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ചില സമയം ഞാൻ തന്നെ മറന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാഹു അക്ബർ. എല്ലാവർക്കും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ഓർമ്മയും തരട്ടെ. ആമീൻ. ഇനി ഇനി അസ്സലാം. ഖുദ്ദൂസ് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഖുദ്ദൂസില് ഇപ്പൊ ഷായി പറഞ്ഞില്ലേ 10 പ്രാവശ്യം ചെല്ലേണ്ടത്. അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലും റുക്കൂയിലും എല്ലാം ഇങ്ങനെ പറയും. ഇത് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. പിന്നെ രാത്രി എഴുന്നേറ്റാൽ, അതായത് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റാൽ അല്ലാഹു അക്ബർ 10, സുബ്ഹാനല്ലാഹി വബിഹംദി 10, അൽഹംദുലില്ലാ 10, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് 10, അസ്തഗ്ഫിറുല്ലാഹ് 10, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ദീഖി ദുനിയ വലീഖി യൗമിൽ ഖിയാമ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന മുതൽ എനിക്ക് ഓർമ്മയുണ്ട്. അൽഹംദുലില്ലാ. ആദ്യമൊന്നും എനിക്കത് അറിയാത്തൊരു കാര്യമാണ്. പിന്നെ ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചൊല്ലണമെന്നുള്ളത് എനിക്ക് അറിയേ ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഞാൻ ഈ അസ്മാഉൽ ഹുസ്നയുടെ ഇതിങ്ങനെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൽ കണ്ടപ്പോഴാണ് ഈ ഒരു കാര്യം ഞാനും അറിഞ്ഞത്. എപ്പോഴും ചൊല്ലലില്ലെങ്കിലും മാഷാ അല്ലാഹ് പിന്നെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഓർമ്മ വരുത്തുന്നുണ്ട്. എപ്പോഴും ഓർമ്മയോട് കൂടി ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ശരിക്കും ആ ഒരു സമയത്തെല്ലാം 10 ചെല്ലുന്നൊരു വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ് അല്ലേ. മാഷാ അല്ലാഹ് ചെയ്യുന്നവർക്ക് അത് അറിയാൻ കഴിയും. ഞാനൊരു ദിവസം വർക്ക് കൊടുത്തിട്ട് കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട് അതിന്, പിന്നെ മറന്നിനോന്ന് അറിയില്ല അല്ലേ. കാരണം ആരും ഒന്നും പറയാത്ത, എല്ലാവരും ഉറങ്ങിയാ. പിന്നെ കഴിഞ്ഞപാട് സലാം പൂട്ടിയപാട് പറയേണ്ടതാണ് സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്. 5 മണി, അസർ ബാങ്ക് 5 മണിക്കാണെങ്കിൽ ഗൂഗിൾ മീറ്റ് 5 മണി വരെ ഉണ്ടാവൂലേ. റബ്ബുൽ മലായികത്തി വറൂഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അസർ ബാങ്ക് കൊടുത്തിട്ടില്ല, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. എന്തായാലും നമുക്ക് നിർത്താം, 4 മണി ആയില്ലേ. 4 മണി. അല്ല, നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. ബാക്കി നമുക്ക് പിന്നെ പറയാം. ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇനി ഒന്ന് രണ്ടെണ്ണം ഓടിച്ചു പറയാം. മലിക്കുൽ ഖുദ്ദൂസ് കഴിഞ്ഞ പിന്നെ അസ്സലാമു, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ. ആ എല്ലാം പറഞ്ഞതാണ്. അതന്നെ, ഇതെല്ലാം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ഒന്ന് ആയിഷ പറഞ്ഞാട്ടെ. ഞാനിരുന്ന് പറയുമ്പോ ആയിഷയും പറയുന്നുണ്ട്. പിന്നെ അൽ അസീസ്, അൽ ജബ്ബാർ, അൽ അലീം. നമ്മൾ എത്ര വരെ എടുത്ത? അൽ ജബ്ബാർ വരെ എടുത്തത്. അറിയാം. ഇൻഷാ അല്ലാഹ്. കൊറേ ഇനിയും കൊറേ എടുത്തിനല്ലോ അല്ലേ? എന്ത്? ഇതിപ്പോ റിവിഷനാണ് നമ്മള്. പിന്നെ ഇതെല്ലാം എടുത്തു കഴിഞ്ഞതല്ല, എടുത്തു കഴിഞ്ഞതല്ലേ. എന്താ ചോദിച്ചത്? ഇപ്പൊ എന്താ ചോദിച്ചത്? സുബ്ഹാനൽ മലക്കുൽ ഖുദ്ദൂസ് എന്നാ അർത്ഥം എന്ന് വെച്ചാല് സുബ്ഹാന എന്ന് വെച്ചാൽ എത്ര പരിശുദ്ധനാണ് അല്ലെ. അൽ മലിക്ക് ഇതേ നമ്മളിപ്പോ പറഞ്ഞേ, അള്ളാഹുവിന്റെ നാമം അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാല് പിന്നെ രാജാതിരാജനായ, എല്ലാ എന്താ പറയാ, അതിന് ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല, അതാ പ്രശ്നം. മലക്കുൽ ഖുദ്ദൂസ് അള്ളാഹുവിന്റെ ആ ഒരു വിശേഷണം പറയുമ്പോ ഒറ്റ വാക്കിൽ എന്താ പറയാ? നസ്രീത്ത് ഉണ്ട് ഇതില്, നസ്രീത്താക്ക് പറയാൻ കിട്ടും. പരിശുദ്ധനായ രാജാതിരാജനായ അള്ളാഹു എത്ര പരിശുദ്ധനാണെന്നല്ലേ പിന്നെയും വരുന്നത്. സുബ്ഹാന അല്ലെ. സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് അള്ളാഹുവെ പുകഴ്ത്തിയ പരമപരിശുദ്ധനായ പരിശുദ്ധനായ അള്ളാഹു എത്ര പരിശുദ്ധൻ. ഒന്നും കൂടി പറഞ്ഞിട്ടെ. രാജാതിരാജൻ മലിക്ക് പരമപരിശുദ്ധനായ അള്ളാഹു എത്ര പരിശുദ്ധൻ അല്ലെ. പരിശുദ്ധനായിരിക്കും. അതെ, സുബ്ഹാനല്ലാഹ്. അതന്നെ, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്. പ്രാരംഭ പ്രാർത്ഥനയായിട്ടുള്ള ആ 10 ഒന്ന് മിസ്കാത്തില് ഒന്നിടണേ. ഞാൻ ഇട്ടുതരാം. ഇട്ടുതരാം. ഞാൻ ഫോട്ടോ എടുത്തിട്ട് അയക്കാം. എന്നാ പിന്നെ നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. സമയം ബാങ്കിന്റെ ഇതിലേക്ക് എത്തി. അൽഹംദുലില്ലാഹ്. ഇന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ്, ഞാൻ സദക്കയുടെ ഹദീസ് വായിച്ച്, ലാഭകരമായ കച്ചവടം റിയ ടീച്ചറും പറഞ്ഞ് അല്ലെ, അതുമായിട്ട് ഭയങ്കര കണക്ഷൻ തോന്നി. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. പിന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളും നമ്മൾ മനസ്സിലാക്കിയ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് ഇത്തരത്തിൽ ഈ നേടുന്ന അറിവുകളൊക്കെ ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും മരണം വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നേരായ പാതയിൽ നിന്നും തെറ്റിച്ച് കളയുന്ന പൈശാചികമായ എല്ലാ ദുർബോധനങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരും കാത്ത് സംരക്ഷിക്കട്ടെ. ആമീൻ. ഇന്നത്തെ ഈ ദുനിയാവിൽ ഒരുപാട് തിന്മകൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ തുറന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മളെയും നമ്മുടെ മക്കളെയും വരും തലമുറകളെയും എല്ലാ ശൈത്താനിയത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണ വലയം അള്ളാഹു എല്ലാ സമയത്തും നമ്മൾക്കെല്ലാവർക്കും ഏർപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റമദാനിനെ വരവേൽക്കാൻ നല്ല ആരോഗ്യവും ആഫിയത്തും സിഹത്തും ആയുസ്സും തന്ന അള്ളാഹു നമ്മളെല്ലാവരെയും റമദാനിലേക്ക് എത്തിക്കട്ടെ. ആമീൻ. നമ്മളിൽ നിന്ന് ഒരുപാട് പേര് രോഗികളായും മറ്റു പല പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെ നീ പരിപൂർണമായും ശിഫ നൽകി ആശ്വാസം നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാവരുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരു പ്രത്യേകമായൊരു ദുആവസിയത്തുണ്ട്. നമ്മളെ ഗ്രൂപ്പിലെ ഒരു സഹോദരിയുടെ ആങ്ങളുടെ മകൾ, ചെറിയ മോളാണ്, 8 വയസ്സുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് പിന്നെ മോണയിൽ ചെറിയൊരു പഴുപ്പ് വന്നതവലും അത് വീക്കം വന്ന് വീങ്ങി കുറച്ചധികമായി. അപ്പോൾ ആദ്യം അവർ ശ്രദ്ധിച്ചിട്ടില്ല. മോണ വീക്കം സാധാരണ അധികം കുട്ടികൾക്ക് ഉണ്ടാകുന്നതാണല്ലോ. അപ്പോൾ
പിന്നെ അത് പുറത്തേക്ക് കാണുന്ന വിധത്തിൽ നല്ല വീക്കം വന്നപ്പോഴാണ് അവർ ഡോക്ടറെ കാണിച്ചത്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് കളയണം എന്ന് പറഞ്ഞ്, അത് ഇതാക്കി കളയണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സാധാരണ ഡോക്ടർമാർ, പല്ലിൻ്റെ ഡോക്ടർമാർ ചെയ്യൂല. എന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അത് ചെയ്തപ്പോൾ ഇതിന് ബയോപ്സി കൊടുക്കുമല്ലോ, അപ്പം അത് ചെറിയൊരു ക്യാൻസറിൻ്റെ ഒരു ഇതുണ്ട് എന്നാണ് പറയുന്നത്. 8 വയസ്സുള്ള ചെറിയൊരു മോളാണ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, പിന്നെ അതൊന്നും ഇല്ലാതെ പൂർണ്ണമായത് മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ, പിന്നെ കൂടുതലായിട്ടൊന്നും വരാതെ ആ ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ അത് പൂർണ്ണമായും ഭേദമാവാൻ, ആ കുട്ടിക്ക് വേറെ ഒന്നും പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അല്ലാഹു ആ മോൾക്ക് പരിപൂർണമായി ശിഫ നൽകി, ആശ്വാസം നൽകി, സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകട്ടെ. ആമീൻ. ഒരു ബുദ്ധിമുട്ടില്ലാതെ പൂർണ്ണമായി അല്ലാഹു അത് ശിഫാക്കി കൊടുക്കട്ടെ. ആമീൻ. അത്തരം പരീക്ഷണങ്ങളിൽ അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. റഹ്മാനായ റബ്ബെ, അവർക്കൊക്കെയും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബടങ്ങളിൽ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്കായി നീ സ്വർഗീയ കവാടങ്ങൾ തുറന്നു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. صلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം.